പവിത്രം സീരിയലിന്റെ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂ ആണ് പറയുന്നത്. അങ്ങനെ സുധാകരൻ മാഷ് കമലമ്മയോട് ചോദിക്കുന്നത്, നിനക്ക് ഓർമ്മയുണ്ടോ ഇതുപോലെ കരഞ്ഞ് നമ്മൾ ഉറങ്ങാതിരുന്ന ആ ഒരു രാത്രിയെക്കുറിച്ച്? ഇതേ വേദന തന്നെയായിരുന്നു അന്നും നിനക്ക് എന്നിങ്ങനെ മാഷ് പറയുന്ന സമയത്തിന് കമലമ്മ സങ്കടപ്പെട്ട് കരഞ്ഞുകൊണ്ട് തന്നെ മാഷിന്റെ മുഖത്തേക്ക് ഇങ്ങനെ നോക്കുകയാണ്. സുധാകരൻ മാഷ് കമലമ്മയോട് പറഞ്ഞിട്ട്, അന്ന് നീ അതെല്ലാം തന്നെ സഹിച്ചില്ലേ? അവൻ കുറ്റക്കാരനാണെന്ന് കോടതി വിധി വന്നപ്പോഴും നീ അതെല്ലാം സഹിച്ച് ക്ഷമിച്ചില്ലേ? അന്നത്തെ ആ ഒരു ദിവസത്തെക്കുറിച്ച് ഒരു പക്ഷെ നീ മറക്കാൻ ശ്രമിക്കുന്നുണ്ടാവും, അല്ലെങ്കിൽ പിന്നെ ഓർക്കാൻ ഒട്ടും തന്നെ ആഗ്രഹിക്കുന്നുണ്ടാവില്ല. അതുകൊണ്ട് ഇതെല്ലാം തന്നെ അവന്റെ വിധിയാണെന്ന് ഓർത്തിട്ട് നമുക്ക് സമാധാനിക്കാം. അന്നേരം കമലമ്മ സങ്കടപ്പെട്ടുകൊണ്ട് തന്നെ ചോദിക്കുന്നുണ്ട്, മാഷെ എങ്ങനെ എനിക്കിത് സഹിക്കാൻ കഴിയും? വിക്രം എന്റെ മോനല്ലേ? എന്റെ മോൻ വിക്രം ഒരിക്കലും ഒരു തെറ്റും ചെയ്യില്ല. അവൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല. അങ്ങനെ അവൻ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ തന്നെ അതിന്റെ പുറകെ എന്തെങ്കിലും ഒരു കാരണം കാണും. അവന്റെ ഭാഗത്ത് എന്തെങ്കിലും ന്യായം കാണും മാഷെ. അവന്റെ വാക്കുപോലും കേൾക്കാതെയാണ് വേദ ഒന്നും അറിയാതെ അവനെതിരായിട്ട് സാക്ഷി പറഞ്ഞത്. സത്യമൊന്നും നമ്മൾ ആരും മനസ്സിലാക്കിയിട്ടില്ല. വിക്രം ഇതൊന്നും അറിയാതെ തന്നെ നാളെ കോടതിക്ക് മുന്നിൽ ഹാജരാവാൻ പോകുന്നത്. മാഷിനെ ഇതിനെ പറ്റിയിട്ട് വേദയോടൊന്ന് സംസാരിച്ചൂടെ? മാഷ് പറഞ്ഞ വേദ തീർച്ചയായിട്ടും അത് കേൾക്കും. പ്ലീസ് മാഷെ, നമ്മുടെ മോന് വേണ്ടിയിട്ട് മാഷ് അതൊന്ന് വേദയോട് പറയണമെന്നൊക്കെ പറയട്ടെ കമലം. അന്ന് നടന്ന അങ്ങനെ ഒരു സംഭവം ഇനി ഒരിക്കലും വിക്രമിന്റെയും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവരുത് എന്ന് എന്നും എന്റെ പ്രാർത്ഥനയായിരുന്നു. ഇതൊന്നും ഒരിക്കലും എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല മാഷി എന്നിങ്ങനെ കമലമ്മ സങ്കടപ്പെട്ട് പറയുന്ന സമയത്തിന് സുധാകര മാഷ് കമലയമ്മ ഇങ്ങനെ ചേർത്ത് പിടിച്ചുകൊണ്ട് തന്നെ പറയുന്നത്, ഇതൊക്കെ ഇനി നമ്മൾ സഹിച്ചേ പറ്റൂ, നമ്മൾ ക്ഷമിച്ചേ പറ്റൂ കമലം എന്ന് പറയുന്ന സമയത്തിനെ കമലമ്മ പറഞ്ഞിട്ട്, ഇല്ല ഇതൊരിക്കലും ഞാൻ അംഗീകരിക്കില്ല. ഏതാ വേദയോട് ഞാൻ പറയും. വിക്രമിനെതിരായിട്ട് ഒരിക്കലും അവളോട് സാക്ഷി പറയരുതെന്ന് ഞാൻ പറയും. ഞാൻ പറഞ്ഞ എന്തായാലും വേദ കേൾക്കും. കമലമ്മ വീണ്ടും സങ്കടപ്പെട്ട് പൊട്ടി പൊട്ടി കരഞ്ഞുകൊണ്ടതിന് അത് തന്നെ വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്തിന് ഇനി കമലമ്മയെ എങ്ങനെ സമാധാനിപ്പിക്കുമെന്നൊക്കെ ചിന്തിച്ച് വിഷമത്തോടെ ഇരിക്കുമായിരിക്കട്ടെ മാഷ്. പിന്നീട് അങ്ങനെ പിറ്റേ ദിവസം രാവിലെ തന്നെ വിക്രമിനെ കോടതിയിൽ ഹാജരാക്കാൻ വേണ്ടി സെല്ലിൽ നിന്ന് ഇറക്കാണ്. ആ സമയത്തിന് പോലീസുകാരൻ വന്നിട്ട് അങ്ങനെ വിക്രമിനോട് പറഞ്ഞിട്ട്, നീ ഇനി തിരിച്ച് ഇങ്ങോട്ടേക്ക് തന്നെ വരും, നിന്നെ കൊണ്ട് ഞാൻ എല്ലാം പറയിപ്പിക്കുമെന്നൊക്കെ പറഞ്ഞങ്ങനെ ദേഷ്യപ്പെട്ട് നിൽക്കുമായിരിക്കും. നിന്നെ കൊണ്ട് എല്ലാ സത്യങ്ങളും ഞാൻ പറയിപ്പിക്കുമെന്നിങ്ങനെ പോലീസുകാരൻ പറയുന്ന സമയത്തിന് ഒരു കുറ്റവാളിയെ പോലെ തല കുനിച്ച് നിൽക്കുമായിരിക്കും. വിക്രമിന് കഴിക്കാൻ ഭക്ഷണമൊക്കെ കൊടുത്തു എന്ന് ചോദിക്കുന്ന സമയത്തിന് കൊടുത്തു എന്ന് പറയും. അന്നേരം വിക്രമിനെ കൂട്ടിക്കൊണ്ടതിന് കോടതിയിലേക്ക് വരും. ഇതേ സമയത്തിന് വേദയാണെങ്കിൽ കിച്ചണിൽ ഇങ്ങനെ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കമലമ്മക്കാണെങ്കിൽ ഭയങ്കര സങ്കടപ്പെട്ട് വിഷമിച്ച് കൊടുത്തിന് കമലമ്മ ഇങ്ങനെ ഡൈനിങ് ടേബിളിന്റെ അവിടെ തലക്ക് കയ്യും കൊടുത്തിരിക്കുമായിരിക്കും. ആകെ വിഷമത്തോടെ ഇരിക്കുമായിട്ട് കമലമ്മ. ഇതേ സമയത്തായിരിക്കും വേദ അന്വേഷിച്ചു കൊടുത്തിന് ദർശൻ അങ്ങോട്ടേക്ക് വരും. ദർശനെ കാണുന്ന സമയത്തിന് നന്ദിനി ആരാന്ന് മനസ്സിലാവാതെ വന്ന് ചോദിക്കുന്നുണ്ട്, നിങ്ങൾ ആരാന്ന് ചോദിക്കുന്ന സമയത്തിന് ദർശൻ പറയുന്നുണ്ട്, ഞാൻ ദർശൻ അഡ്വക്കേറ്റ് ആണ്, വേദയുടെ ഫ്രണ്ടാണെന്നൊക്കെ പറയും. അന്നേരം നന്ദിനി ഒന്നിങ്ങനെ ആലോചിച്ചതിന് ശേഷം ചോദിക്കുന്നുണ്ട്, സാർ വേദയെ കല്യാണം കഴിക്കാനിരുന്ന ആളല്ലേ എന്ന് ചോദിക്കും. നിങ്ങൾ വേദയെ കല്യാണം കഴിക്കാനിരുന്നപ്പോഴാണല്ലോ വിക്രം വേദയെ കല്യാണം കഴിച്ചത്, അതല്ലേ എന്ന് ചോദിക്കുന്ന സമയത്തിന് ഇത് കേട്ട് ദർശൻ അതേന്ന് പറയും. എനിക്ക് വേദയൊന്ന് കാണണം, അവളോട് അത്യാവശ്യമായിട്ടൊരു കാര്യം സംസാരിക്കണം, അതുകൊണ്ടാണ് വേദയെ അന്വേഷിച്ച് ഞാൻ ഇങ്ങോട്ടേക്ക് വന്നത് എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ ദർശൻ. അപ്പോൾ ആയിക്കോട്ടെ, അതിനെന്താ സാർ ഇവിടെ ഇരിക്ക്, ഞാൻ ഇപ്പൊ തന്നെ വേദയെ വിളിക്കാൻ കേട്ടോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് തന്നെ നന്ദിനി വേഗം അകത്തേക്ക് കയറി ചെല്ലും. എരുത്തിയിൽ എണ്ണ ഒഴിക്കാമെന്നൊക്കെ ചിന്തിച്ച് ഭയങ്കര സന്തോഷത്തോടു കൂടി ആയിരിക്കട്ടെ നന്ദിനി ഇങ്ങനെ അടുക്കളയിലേക്ക് കയറി ചെല്ലുന്നത്. വേദയാണെങ്കിൽ അടുക്കളയിൽ ഓരോ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും. നന്ദിനി ചെന്ന് പറയുന്നുണ്ട്, അതേ വേദ, നിന്നെ കാണാൻ വേണ്ടിയിട്ട് ഒരാൾ വന്നിട്ടുണ്ടെന്ന് പറയുന്ന സമയത്തിന് ആരാ നന്ദിനി എടുത്തീന്ന് ചോദിക്കാണ് വേദ. അതെ, നിന്നെ കെട്ടാനിരുന്നില്ലേ ഒരു വക്കീല്, അവൻ തന്നെയാണ് വന്നിരിക്കുന്നത് എന്ന് പറയും. ഇത് കേൾക്കുന്ന സമയത്തിന് കമലമ്മ ഭയങ്കര സങ്കടപ്പെട്ട് ഇങ്ങനെ നോക്കുന്ന സമയത്തിന് നന്ദിനി കമലമ്മയെ നോക്കിയിട്ട് ഇങ്ങനെ, എന്നാൽ ദർശനാണ് തന്നെ കാണാൻ വന്നത് എന്ന് മനസ്സിലാക്കിക്കൊണ്ടതിന് വേദ ഏതായാലും ദർശന്റെ അടുത്തേക്ക് ചെന്ന് ചോദിക്കുന്നുണ്ട്, എന്താ ദർശൻ, എന്തെങ്കിലും അത്യാവശ്യമുണ്ടോ എന്ന്. എന്തെങ്കിലും അത്യാവശ്യമായിട്ടാണോ ഇങ്ങോട്ടേക്ക് വന്നത് എന്ന് ചോദിക്കുന്ന സമയത്തിന് ദർശൻ പറയുന്നുണ്ട്, ഞാൻ തന്നെ നേരിട്ട് കണ്ടിട്ട് സംസാരിക്കാമെന്ന് വിചാരിച്ചാണ് വന്നത്. അപ്പോൾ എന്താ കാര്യമെന്ന് ചോദിക്കുന്ന സമയത്തിന് ദർശൻ പറയുന്നുണ്ട്, മറ്റൊന്നല്ല, വിക്രമിനെ കുറിച്ച് സംസാരിക്കാനാണ്. ഇന്ന് ഏതായാലും വിക്രമിനെ കോടതിയിൽ ഹാജരാക്കും. താനാണ് ഏക ദൃക്സാക്ഷി. താൻ എന്തിനാണ് വിക്രമെതിരായിട്ട് സാക്ഷി പറയാൻ തീരുമാനിച്ചതെന്നൊന്നും എനിക്കറിയില്ല. ഇനി എന്തൊക്കെ തന്നെയാണെങ്കിലും വിക്രം അങ്ങനെ ഒരു തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ തന്നെ ഇത്രമാത്രം ശിക്ഷ കിട്ടേണ്ട ആളൊന്നുമല്ല. വിക്രമിന്റെ ഭാഗത്തു ന്യായങ്ങളുണ്ട്. എല്ലാം അറിയാഞ്ഞിട്ടും തനിക്ക് എന്താണ് പറ്റിയത് വേദ? വിക്രമിനെതിരായിട്ട് ഇങ്ങനൊരു സാക്ഷി പറയാൻ വേണ്ടിയിട്ട് താൻ എന്തിനാണ് തീരുമാനിച്ചത് എന്നൊക്കെ ചോദിക്കാട്ടത്. അന്നേരം വേദ പറഞ്ഞിട്ട്, വിക്രം ചെയ്തത് ശരിയോ തെറ്റോ എന്നതിലുള്ള കാര്യം വിക്രം ഏതായാലും ഇവിടെ കുറ്റം ചെയ്തിട്ടുണ്ട്. വിക്രം ചെയ്തത് ഏതായാലും സമൂഹത്തിന് മുന്നിൽ വലിയൊരു തെറ്റ് തന്നെയാണ്. പിന്നെ ഞാൻ എന്റെ കണ്ണോട് കണ്ട കാര്യം അത് കോടതിക്ക് മുമ്പാകെ വിളിച്ചു പറയുന്നത് അതത്ര തെറ്റായ കാര്യമാണെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല. വിക്രം എന്റെ ഭർത്താവാണ്, അത് ഞാൻ സമ്മതിച്ചു. പക്ഷെ ചെയ്ത തെറ്റ് അതൊരിക്കലും കോടതിയിൽ മാറ്റി പറയാനൊന്നും എന്നെ കൊണ്ടാവില്ല ദർശൻ എന്നൊക്കെ പറയട്ടെ വേദ. അപ്പൊ ദർശൻ പറഞ്ഞു കൊടുക്കുന്നുണ്ട്, വേദി താൻ വിചാരിക്കുന്നത് പോലെയൊന്നുമല്ല കാര്യങ്ങൾ. താൻ എങ്ങാനും വിക്രമിനെതിരായിട്ട് സാക്ഷി പറഞ്ഞാൽ പിന്നെ ഒരുപാട് കാലം ഒരു പക്ഷേ വിക്രം ജയിലിൽ കിടക്കേണ്ടി വരും. ഇനി ആ ഹോസ്പിറ്റൽ വയ്യാതായി കിടക്കുന്ന ആൾക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ ഒരു പക്ഷെ ജീവപര്യന്തം വരെ കിട്ടാം. ഇതൊക്കെ കേൾക്കുന്ന സമയത്തിന് വേദ ഒന്നും മിണ്ടാതെ തല താഴ്ത്തി നിൽക്കുന്ന സമയത്തിന് ദർശൻ വീണ്ടും പറയുന്നുണ്ട്, വേദ ഇതൊന്നും ഞാൻ നിനക്ക് പറഞ്ഞു തരേണ്ട ആവശ്യമില്ല എന്ന് എനിക്കറിയാം. നിയമത്തിന്റെ എല്ലാ കാര്യങ്ങളും നിനക്ക് വ്യക്തമായിട്ട് അറിയാമെന്ന് എനിക്കറിയാം. പക്ഷേ നീ എന്ത് കാര്യങ്ങളും തീരുമാനിക്കുമ്പോഴും പെട്ടെന്ന് എടുത്തു ചാടി തീരുമാനിക്കരുത്. നല്ലോണം ഒരു 100 വട്ടമെങ്കിലും ആലോചിച്ചതിന് ശേഷമേ ഒരു തീരുമാനമെടുക്കാൻ പറ്റുള്ളൂ.
അത് ഇനൊരു പക്ഷെ നിന്റെ ജീവിതത്തെ വരെ ബാധിച്ചേക്കാം. ഈ ഒരു കാര്യം പറയാനാണ് ഞാൻ വന്നത് എന്നൊക്കെ പറയും. വിക്രം ഒരിക്കലും കാലാകാലം ജയിലിൽ കിടക്കേണ്ട ആളല്ല. വിക്രമിന്റെ ഭാഗത്ത് ന്യായം ശരിയുമുണ്ട്. ഈ കാര്യം നിന്നെ ഒന്ന് ബോധ്യപ്പെടുത്താൻ വേണ്ടി മാത്രമാണ് ഞാൻ ഇങ്ങോട്ടേക്ക് വന്നത്. ഏതായാലും നിന്റെ യുക്തി പോലെ നീ ആലോചിച്ചൊരു തീരുമാനമെടുക്കുക എന്നൊക്കെ പറഞ്ഞുകൂടതിന് ദർശൻ അവിടെ നിന്ന് പോവാണ്. ഇവരുടെ സംസാരമെല്ലാം തന്നെ കമലമ്മ അവിടെ നിന്ന് കേട്ടി. ദർശൻ അവിടെ നിന്ന് പോയതിനു ശേഷം കമലമ്മ വീണ്ടും വേദിയുടെ അടുത്തേക്ക് ചെന്ന് പറഞ്ഞിട്ട് ആ സാറ് വന്ന് പറഞ്ഞ കാര്യങ്ങളെല്ലാം തന്നെ ഞാൻ കേട്ടു. ഇനി എന്റെ മോൻ വിക്രമിനെ രക്ഷിക്കേണ്ടത് നീയാണ്. അതുകൊണ്ട് എന്റെ മോൻ വിക്രമിനെ നീ രക്ഷിക്കും എന്ന് തന്നെയാണ് എന്റെ വിശ്വാസം എന്നിങ്ങനെ കമലമ്മ പറയുന്ന സമയത്തിന് വേദ ഒന്നും മിണ്ടാതെ തല താഴ്ത്തി അവിടെ നിന്നും പോവുക. ആ സമയത്തായിരിക്കും സുധാകര മാഷ് പുറത്തേക്ക് പോകാൻ വേണ്ടിയിട്ട് ഇങ്ങനെ റെഡിയായിട്ട് വരുന്നത്. മാഷിനെ കാണുന്ന സമയത്തിന് കമലമ്മ ചോദിക്കുന്നത് മാഷ് ഇത് എവിടെ പോവാ, പെൻഷൻ ഓഫീസിലേക്ക് പോവാണെന്ന് ചോദിക്കുന്ന സമയത്തിന് പോകുന്ന വഴിക്ക് അമ്പലത്തിലേക്കൊന്ന് കയറണം കമലേ. അപ്പൊ കമലമ്മ പറഞ്ഞിട്ട് വേദ ഇന്നൊരിക്കലും വിക്രമിനെതിരായിട്ട് കോടതിയിൽ സാക്ഷി പറയില്ല. അവന് ജാമ്യം കിട്ടിയിട്ട് അവൻ എങ്ങാനും പുറത്തേക്ക് ഇറങ്ങിയ അവനെ കൂട്ടിയിട്ട് നമുക്ക് കാടാമ്പോ ക്ഷേത്ര ദർശനത്തിന് പോവണം. അവിടെ ചെന്ന് മുറ്റുരുകി പ്രാർത്ഥിക്കാമെന്ന് ഞാൻ നേർച്ച നേർന്നിട്ടുണ്ട്. കമലം ആവേശത്തോടെ ഈ വാക്കെല്ലാം പറയുന്നത് കേൾക്കുന്ന സമയത്തിന് സുധാകരൻ മാഷ് വളരെയധികം വിഷമത്തോടു കൂടി ഒരു കമലമ്മയെ ഇങ്ങനെ നോക്കും. അങ്ങനെ സുധാകരൻ മാഷ് അവിടെ നിന്ന് പോകുന്ന സമയത്ത് പോലും ഇന്നൊരിക്കലും വേദ വിക്രമിനെതിരായിട്ട് കോടതിയിൽ സാക്ഷി പറയില്ല എന്ന പ്രതീക്ഷയോടെ ഇങ്ങനെ നിൽക്കുക. ഇതേ സമയത്തായിരിക്കും വേദ കോടതിയിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ഡ്രസ്സൊക്കെ മാറ്റിയിട്ട് ഇങ്ങനെ റെഡി ആയിട്ട് വരുന്നത്. ആ സമയത്തിന് നന്ദിനിയെടുത്തി ശ്രീജിയെടുത്തിയൊക്കെ അവിടെ ഉണ്ടാവട്ടോ. കമലമ്മ വേദയെ കാണുന്ന സമയത്ത് തന്നെ പറയുന്നത് ഇന്നൊരിക്കലും നീ വിക്രമിനെതിരായിട്ട് കോടതിയിൽ സാക്ഷി പറയരുത്. അവിടെ അങ്ങനെ അടി നടക്കുന്ന സമയത്ത് നീ ഒരിക്കലും വിക്രമിനെ കണ്ടിട്ടില്ലെന്ന് പറയണം. എന്നോട് എത്തിരെങ്കിലും സ്നേഹമുണ്ടെങ്കിൽ നീ അങ്ങനെ പറഞ്ഞേ. അല്ലാതെ മറിച്ചാണ് നീ പറയുന്നതെങ്കിൽ പിന്നെ എന്റെ മനസ്സിൽ നിനക്കൊരിക്കലും ഒരു സ്ഥാനവും ഉണ്ടാവും. അതുപോലെ തന്നെ വിക്രമിന്റെ മനസ്സിലും നീ ഉണ്ടാവില്ല. എന്റെ മരുമകളായിട്ട് ഒരിക്കലും പിന്നെ നിനക്ക് ഇവിടെ വാഴാൻ പറ്റില്ല എന്നൊക്കെ പറയാട്ടോ. എനിക്ക് പിന്നെ 2 മരുമക്കളേ ഉള്ളൂ എന്ന് ഞാൻ അങ്ങ് വിചാരിച്ചോളാം. ശ്രീജയും നന്ദിനിയും എന്റെ മരുമകളായിട്ട് നീ ഇവിടെ നിലനിൽക്കണമെങ്കിൽ നീ ഒരിക്കലും ഇന്ന് വിക്രമിനെതിരായിട്ട് സാക്ഷി പറയാൻ പാടില്ല. കമലമ്മ ഇത്രയൊക്കെ പറയുന്നുണ്ടെങ്കിൽ പോലും വേദ ഒരക്ഷരം പോലും മിണ്ടാതെ ആയിരിക്കട്ടെ അവിടെ നിന്നും നേരെ കോടതിയിലേക്ക് പോകും. ഇതേ സമയത്തിന് പോലീസുകാരെല്ലാം ചേർന്ന് വിക്രമിനെയും കോടതിയിലേക്ക് കൊണ്ടുവരും. ആ സമയത്ത് കരഞ്ഞുകൊണ്ട് തന്നെ രാധ വിക്രമിന്റെ പുറകെ പോകും. വിക്രമിനെ ആശ്വസിപ്പിച്ചുകൊണ്ട് തന്നെ രാധ പറഞ്ഞിട്ട് നിനക്കിന്ന് ജാമ്യം കിട്ടും വിക്രം. അവൾ ഒരിക്കലും ഇന്ന് നിനക്കെതിരായിട്ട് സാക്ഷി രാധയുടെ വാക്ക് കേൾക്കുന്ന സമയത്ത് വിക്രം ഒന്നും പ്രതികരിക്കാതെ ഇങ്ങനെ തല കുനിച്ച് പോലീസുകാരുടെ പുറകെ ഇങ്ങനെ പോവുമായിരിക്കും. അങ്ങനെ ജസ്റ്റിസ് ശങ്കരനാരായണന്റെ കീഴിൽ തന്നെ കോടതി കൂടുന്ന സമയത്തിന് എല്ലാവരും അങ്ങോട്ടേക്ക് എത്തുന്നുണ്ട്. വിക്രമിന്റെ കേസ് വാദിക്കാൻ തുടങ്ങാട്ടെ. അങ്ങനെ കേസ് വിളിച്ചതിന് ശേഷം ശങ്കരനാരായണൻ ചോദിക്കുന്നുണ്ട് ഇതിന് സാക്ഷികളായിട്ട് ആരെങ്കിലും ഉണ്ടോ എന്ന് ചോദിക്കുന്ന സമയത്തിന് വക്കീല് പറയുന്നുണ്ട് ഉണ്ട് സർ എന്നൊക്കെ പറഞ്ഞു വേദ ശങ്കരനാരായണനെ. അങ്ങനെ വേദ കോർട്ടിന്റെ അകത്തേക്ക് കയറി വരുന്ന സമയത്തിന് വിക്രം വേദയെ ഇങ്ങനെ നോക്കി നിൽക്കുമായിരിക്കും. ശങ്കരനാരായണ ഏതായാലും വേദയെ നോക്കിക്കൊണ്ട് തന്നെ പറയും നിങ്ങൾ പോലീസിന് കൊടുത്ത മൊഴിയെല്ലാം തന്നെ ശരിയാണല്ലോ അല്ലേ എന്ന് ചോദിക്കുന്ന സമയത്തിന് വേദ അതേന്ന് പറയും. ആ സമയത്തിന് വക്കീല് ചോദിക്കുന്നുണ്ട് ഇയാൾ ഈ നിൽക്കുന്ന വിക്രം എന്ന് പറയുന്ന വളരെ തല്ലിച്ചതക്കുന്നതെല്ലാം തന്നെ നിങ്ങൾ കണ്ടതാണോ എന്ന് ചോദിക്കും. അന്നേരം വേദ പറയുന്നുണ്ട് അതെ ഞാൻ നേരിട്ട് കണ്ടതാണ്. ഇയാൾ നട റോട്ടിൽ വെച്ച് അയാളെ തല്ലിച്ചതക്കുന്നതെല്ലാം തന്നെ ഞാൻ കണ്ടതാണ്. എന്നാൽ വേദ തനിക്കെതിരായിട്ട് പബ്ലിക്കായിട്ട് ഇങ്ങനെ സാക്ഷി പറയുന്നത് കേൾക്കുന്ന സമയത്തിന് വിക്രത്തിന്റെ മനസ്സിൽ വല്ലാത്തൊരു സങ്കടം തോന്നും. എന്നിട്ട് ദേഷ്യപ്പെട്ട് കണ്ണിമട്ടാതെ വേദയെ തന്നെ ഇങ്ങനെ നോക്കി നിൽക്കുമായിരിക്കട്ടോ വിക്രം. അതേ സമയത്തിന് നിസ്സഹായാവസ്ഥയിൽ വിക്രമിനെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണല്ലോ താൻ ഇതെല്ലാം ചെയ്യുന്നത് എന്നൊക്കെ ചിന്തിച്ച് വളരെ ദയനീയമായിട്ട് വേദ ഏതായാലും വിക്രമിനെ ഒന്ന് നോക്കിക്കൊണ്ടായിരിക്കും കോർട്ടിൽ നിന്നും പോരുന്നത്. വേദയുടെ വാക്ക് കേൾക്കുന്ന സമയത്തിന് വിക്രത്തിന്റെ വർക്ക്ഷോപ്പിലുള്ള ഫ്രണ്ട്സ് എല്ലാം തന്നെ ഭയങ്കര ദേഷ്യപ്പെട്ടുകൊണ്ടായിരിക്കും വേദയെ നോക്കുന്നത്. ശങ്കരനാരായണൻ ഏതായാലും വിക്രമിനെ റിമാൻഡ് ചെയ്യാൻ തെളിവെടുപ്പിന് വേണ്ടിയിട്ട് ആ ഒരു ഫൈറ്റ് നടന്ന സ്ഥലത്തേക്ക് വിക്രമിനെ കൊണ്ടുപോകാനൊക്കെ പോലീസുകാരനോട് പറയുന്നുണ്ട്. കേസിന്റെ കാര്യം ഏതായാലും 2 ദിവസത്തിന് ശേഷം വിചാരണ തുടരുമെന്നൊക്കെ പറഞ്ഞുകൊണ്ടായിരിക്കട്ടെ അന്നത്തെ കോടതി അവസാനിപ്പിക്കുന്നത്. അങ്ങനെ പോലീസുകാർ ഏതായാലും വിക്രമിനെ കൂട്ടിക്കൊണ്ടുപോയിട്ട് തെളിവെടുപ്പിന് വേണ്ടിയിട്ട് വരുണിനെ തല്ലിച്ചതച്ച് ആ ഒരു സ്ഥലങ്ങളെല്ലാം തന്നെ കാണിച്ചു കൊടുക്കുക. എന്നാൽ ഇതെല്ലാം തന്നെ വേദ കാണുന്നുണ്ടായിരുന്നു എന്ന് മാത്രമല്ല വേദ വളരെയധികം സങ്കടത്തോടു കൂടി നിൽക്കട്ടെ വിക്രമിനെ ഇങ്ങനെ നോക്കി നിൽക്കുന്നത്. അവിടെ കൂടി നിൽക്കുന്ന നാട്ടുകാരെല്ലാവരും പറയുന്നുണ്ട് അവനെ പോലൊരു ദുഷ്ടനെ തല്ലിച്ചതച്ച് ഈ വിക്രമിനെ ഒരിക്കലും ശിക്ഷിക്കണ്ട. പെട്ടെന്ന് വിക്രം വേദയെ കാണുന്ന സമയത്തിന് വേദയെ തന്നെ ഇങ്ങനെ കണ്ണമ വെട്ടാതെ നോക്കി നിൽക്കുന്നതെല്ലാം തന്നെ വിക്രമത്തിന്റെ ഫ്രണ്ട്സ് കാണുന്നുണ്ട്. വർക്ക്ഷോപ്പിലെ ഫ്രണ്ട്സ് നേരെ വേദയുടെ അടുത്തേക്ക് ചെന്നുകൊണ്ട് തന്നെ ചോദിക്കുന്നു നിങ്ങൾക്കിപ്പോൾ ഏതായാലും ഹാപ്പി ആയി കാണും. വിക്രം ജയിലിലായി കാണാൻ വേണ്ടിയിട്ടല്ലേ വേദ വിക്രമിനെതിരായിട്ട് സാക്ഷി പറഞ്ഞു. വിക്രം ഒരിക്കലും ആരോടും അങ്ങനെ ഒരു തെറ്റ് ചെയ്യില്ല എന്നുള്ള കാര്യം ഞങ്ങൾക്കറിയാം. പിന്നെ വിക്രം അങ്ങനെ ഒരു തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ തന്നെ അതിന്റെ പുറകിൽ വ്യക്തമായിട്ടുള്ളൊരു കാരണമുണ്ട്. ഇത്ര കാലം വേദ വിക്രമിന്റെ കൂടെ കൂടിയിട്ട് പോലും അതുപോലും മനസ്സിലാക്കാൻ വേദയ്ക്ക് സാധിച്ചില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ കൂട്ടത്തിനെ ആ ഒരു കൂട്ടുകാരങ്ങ് ദേഷ്യപ്പെടുകയാണ് വേദയോട്. ഏതായാലും ഇങ്ങനെയൊന്നും അല്ലായിരുന്നു ഞങ്ങൾ വേദയെക്കുറിച്ച് കരുതിയിരുന്നത്. ഇപ്പൊ ഞങ്ങൾക്ക് മനസ്സിലായി വിക്രം പറഞ്ഞതാണ് ശരി. അവന്റെ ജീവിതത്തിലേക്ക് ഒരിക്കലും വേദ കടന്നു വരാൻ പാടില്ലായിരുന്നു എന്ന് വിക്രം എന്നും വിക്രമിന്റെ ജീവിതം തകർക്കാൻ വേണ്ടിയിട്ടാണ് നീ അവന്റെ ജീവിതത്തിലേക്ക് കയറി വന്നത് എന്ന സത്യം ഞങ്ങൾക്ക് മനസ്സിലായി എന്നൊക്കെ പറഞ്ഞ് വേദയെ ഒരുപാട് കുത്തി നോവിച്ചുകൊണ്ടായിരിക്കും വർക്ക്ഷോപ്പിലെ ഫ്രണ്ട്സ് എല്ലാം അവിടെ നിന്നങ്ങ് പോകുന്നത്. അവരുടെ വാക്ക് കേൾക്കുന്ന സമയത്തിന് വേദക്കും ഭയങ്കര സങ്കടമായിട്ട് ഇങ്ങനെ നിൽക്കും. ഏതായാലും ശങ്കരനാരായണൻ വീണ്ടും കോടതി വിളിക്കുന്നതോടുകൂടി തന്നെ വിക്രമിനെ ഏതായാലും വെറുതെ
വേദ വിക്രമിനെതിരായിട്ട് സാക്ഷി പറയുന്നുണ്ടെങ്കിൽ പോലും അത് വെറും വൈരാഗ്യത്തോടെ തന്റെ കഴുത്തിൽ ബലമായിട്ട് താലി കെട്ടിയത് കൊണ്ട് മാത്രമാണ് വേദ അങ്ങനെയൊക്കെ വിളിച്ചു പറയുന്നത് എന്നൊക്കെ പറഞ്ഞ് വേദ പറയുന്നത് കള്ളമാണ് എന്നൊക്കെ ശങ്കരനാരായണൻ തെളിയിക്കും. എന്തിനാണ് വിക്രം ആ ഒരു പയ്യനെ തല്ലിച്ചതച്ചത് എന്നുള്ള സത്യാവസ്ഥ എല്ലാം തന്നെ ശ്രീകാര്യ ശ്രീനിവാസൻ ചെന്നുകൊണ്ട് തന്നെ ശങ്കരനാരായണനോട് പറയും. അതുകൊണ്ട് സത്യമെല്ലാം മനസ്സിലാക്കിയതിനു ശേഷം വരുൺ ഏതായാലും ഈ ഒരു ശിക്ഷ അനുഭവിക്കുന്നുണ്ടെന്ന് മനസ്സിലാക്കിയ ശങ്കരനാരായണൻ മനസ്സിലാവട്ടോ വിക്രം ഒരു തെറ്റും ചെയ്തിട്ടില്ല. ഒരു പിഞ്ചു പെൺകുട്ടിയുടെ ജീവിതം നശിപ്പിച്ചതിനുള്ള ശിക്ഷയാണ് വിക്രം ആ ഒരു വരുണിനെ കൊടുത്തത് എന്നുള്ള കാര്യം ശങ്കരനാരായണന് മനസ്സിലായതോടുകൂടി തന്നെയായിരിക്കട്ടോ വിക്രത്തിനെ കോടതി വെറുതെ വിടും. ഏതായാലും പവിത്രത്തിൽ ഇനി അടിപൊളിയായിട്ടുള്ള സൂപ്പർ ആയിട്ടുള്ള ത്രില്ലിംഗ് ആയിട്ടുള്ള എപ്പിസോഡൊക്കെ വരാൻ പോകുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും